ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി അതിന്റെ ഫൈനൽ ആൻസർ കീ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഫൈനൽ ആൻസർ കീ പ്രസിദ്ധീകരിച്ചപ്പോൾ 7 ഉത്തരത്തില് തിരുത്തുകളും അതോടൊപ്പം തന്നെ 3 ചോദ്യങ്ങൾ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഏതൊക്കെ ചോദ്യങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ ഉത്തരങ്ങളാണ് തിരുത്തിയിട്ടുള്ളത്, അതുപോലെ തന്നെ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഫൈനൽ ആൻസർ കീയിൽ തെറ്റുകളുണ്ട് അല്ലെങ്കിൽ മാറ്റങ്ങളുണ്ട്, അതിൽ നിങ്ങൾക്ക് പരാതികളുണ്ട് എങ്കിൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പരാതികൾ സമർപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട സെക്രട്ടറി, PSC ചെയർമാൻ ഒക്കെ തന്നെ പരാതികൾ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാം തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ഏതൊക്കെ ഉത്തരങ്ങളാണ് ഡിലീഷൻ വന്നിട്ടുള്ളത്, ആൻസർ കീ ചേഞ്ച് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി 7 ഉത്തരങ്ങൾ PSC തിരുത്തി അതിനകത്ത് 3 ചോദ്യങ്ങൾ റദ്ദാക്കുകയും ചെയ്തു. ഇംഗ്ലീഷിൽ 1 ഉത്തരവും പൊതുവിജ്ഞാനത്തിലെ 6 ഉത്തരവുമാണ് തിരുത്തിയത്. റദ്ദാക്കിയതിൽ 1 ഇംഗ്ലീഷിലും 2 പൊതുവിജ്ഞാന വിഭാഗത്തിലേതുമാണ്. അതിനകത്ത് റദ്ദാക്കിയ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 38ാമത്തെയാണ് ആദ്യത്തേത്. പാലായന പ്രവേഗവുമായി ബന്ധമില്ലാത്ത ഇതാണ് ഒന്നാമത്തെ ചോദ്യം റദ്ദാക്കിയത്. പിന്നെ അടുത്തത് 69ാമത്തെയാണ്. ഷീ ഷോഡ് ഡാഷ് കൺസേൺ ഫോർ ദ എൻവയൺമെന്റൽ issues by actively participating in tree planting campaigns. അപ്പോൾ 69ാമത്തെ, ആദ്യത്തെ 38ാമത്തെയാണ് റദ്ദാക്കിയത്, രണ്ടാമത്തെ 69ാമത്തെ, മൂന്നാമത്തേത് 90ാമത്തെയാണ്. കാലാവധി കഴിഞ്ഞ വിദേശ മദ്യ പെർമിറ്റുകൾ വീണ്ടും സാധൂകരിക്കുന്നതിന് താഴെ പറയുന്ന എന്തെല്ലാം നിബന്ധനകളാണ് പാലിക്കേണ്ടത്. ഇങ്ങനെ 3 ചോദ്യങ്ങളാണ് PSC റദ്ദാക്കിയത്. ഇനി 7 ഉത്തരങ്ങളിൽ പ്രൊവിഷണൽ ആൻസർ കീ ഫൈനൽ ആൻസർ കീയിലൊക്കെ പ്രൊവിഷണൽ ആൻസർ കീയിൽ നിന്ന് വ്യത്യസ്തമായി ഫൈനൽ ആൻസർ കീയിലെ തിരുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് 20ാമത്തെയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് 20ാമത്തെ ചോദ്യം. അതിൻ്റെ അകത്ത് PSC പ്രൊവിഷണൽ ആൻസർ കീയിൽ A ആണ് ആൻസർ കൊടുത്തിരുന്നത്. 1ാമത്തെയും 2ാമത്തെയും 4ാമത്തെയും പ്രസ്താവനകൾ ശരിയായിട്ടാണ് പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തിരുന്നത്. എന്നാൽ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ 1, 2, 3, 4 പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ് എന്നാണ് ഫൈനൽ ആൻസർ കീയിൽ വന്നിട്ടുള്ളത്. അങ്ങനെ ഫൈനൽ ആൻസർ കീയിൽ 4 പ്രസ്താവനകൾ ശരിയാണ് എന്നാണ് ഉത്തരത്തിൽ തിരുത്തു വന്നിട്ടുള്ളത്. അടുത്തത് 30ാമത്തെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് പ്രൊവിഷണൽ ആൻസർ കീയിൽ ഉത്തരം D ആയിരുന്നു. എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നാണ് പ്രൊവിഷണൽ ആൻസർ കീയിൽ പറഞ്ഞത്. എന്നാൽ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ 4ാമത്തേത് മാത്രമാണ് ശരിയായിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ ADGP മനോജ് കുമാർ IPS ആണ്. അത് മാത്രമാണ് ശരി, 4ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ഫൈനൽ ആൻസർ കീയിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. അടുത്തത് 62ാമത്തെ ചോദ്യമാണ്. ഐ റിഗ്രറ്റ് ഡാഷ് യു ദാറ്റ് ദ ഇവന്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്. അതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുള്ളത് D ആണ്, ടെല്ലിംഗ് ആണ്. ഐ റിഗ്രറ്റ് ടെല്ലിംഗ് യു ദാറ്റ് ദ ഇവന്റ് ഹാസ് ബീൻ ക്യാൻസൽഡ് എന്നായിരുന്നു ആൻസർ. എന്നാൽ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ആൻസർ C ആണ് കൊടുത്തത്, ടു ടെൽ എന്നാക്കി. ഐ റിഗ്രറ്റ് ടു ടെൽ യു ദാറ്റ് ദ ഇവന്റ് ഹാസ് ബീൻ ക്യാൻസൽഡ് എന്ന് ആക്കി. അടുത്തത് 91ാമത്തെ ചോദ്യമാണ്. അതിൻ്റെ അകത്ത് കേരളത്തിലെ വിദേശ മദ്യ വിൽപ്പന നടത്തുന്നതിനും വിദേശ മദ്യ ലൈസൻസ് 1 പ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് പ്രൊവിഷണൽ ആൻസർ കീ വന്നപ്പോൾ A ആയിരുന്നു. 1ഉം 2ഉം പ്രസ്താവനകൾ ആണ് ശരിയായിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്നാൽ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ആൻസർ അത് B ആയി. 1, 2, 3 എന്നിവ ആണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഫൈനൽ ആൻസർ കീയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അടുത്തത് 92ാമത്തെയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്ന ചോദ്യത്തില് പ്രൊവിഷണൽ ആൻസർ കീയിൽ ആൻസർ A ആണ്. അതായത് 1ഉം 2ഉമാണ് തെറ്റായ പ്രസ്താവന എന്നാണ് പ്രൊവിഷണൽ ആൻസർ കീയിൽ വന്നത്. എന്നാൽ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ആൻസർ C ആയി. 3ഉം 4ഉം പ്രസ്താവനകളാണ്
തെറ്റായ പ്രസ്താവന എന്ന് മാറ്റിയാണ് ഫൈനൽ ആൻസർ കീയിൽ വന്നിട്ടുള്ളത്. അടുത്തത് 95ാമത്തെ ചോദ്യമാണ്. കോട്ട്പ ആക്ട് 2003 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിലെ ശരിയായത് ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 പ്രസ്താവനകളുണ്ട്. അതിനകത്ത് പ്രൊഫഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ ഡി ആയിരുന്നു ശരിയായിട്ട് കൊടുത്തിരുന്നത്. 1, 2, 3, 4 4 പ്രസ്താവനകളും ശരിയായ പ്രസ്താവന എന്നാണ് പ്രൊഫഷണൽ ആൻസർ കീയിൽ പറഞ്ഞതെങ്കിൽ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ അത് ഓപ്ഷൻ സി ആയി. എങ്ങനെ? അപ്പോൾ ഏതൊക്കെയാണ്? 2, 3, 4 പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1ാമത്തെ പ്രസ്താവന തെറ്റാണ് എന്നുള്ള രീതിയിലാണ് ഫൈനൽ ആൻസർ കീയിൽ മാറ്റം വരുത്തിയാണ് വന്നിട്ടുള്ളത്. 96ാമത്തെ ചോദ്യമാണ്. വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? 4 പ്രസ്താവനകളിൽ പ്രൊഫഷണൽ ആൻസർ കീയിൽ 4 പ്രസ്താവനകളും ശരിയാണ് എന്ന ആൻസർ വന്നപ്പോൾ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ 1, 2, 3 ഓപ്ഷൻ ബി ആയി മാറിയിട്ടുണ്ട്. 1, 2, 3 പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളതെന്നും 4ാമത്തെ പ്രസ്താവന തെറ്റാണെന്നുമുള്ള രീതിയിലാണ് ഫൈനൽ ആൻസർ കീയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 7 ചോദ്യങ്ങൾ തിരുത്തും അതുപോലെ തന്നെ 3 ചോദ്യം റദ്ദാക്കുകയും ചെയ്താണ് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതിലെ കട്ട് ഓഫ് മാർക്കിനെയൊക്കെ ബാധിക്കുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.